നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ അർജൻറ്റീനയുടെ റൗണ്ട് ഓഫ് 32 പോരാട്ടം കാത്തിരിപ്പാണല്ലോ ആരാധകർ. ഇതാ 4-ാം തീയതി പുലർച്ചെ ഇന്ത്യൻ സമയം 3:30 അവർ കളിക്കാനിറങ്ങുകയാണ്. മത്സരത്തിന് മുന്നോടിയായിട്ട് അർജൻറ്റീനയുടെ പ്ലേയിങ് 11-ൽ മാറ്റങ്ങൾ ഉണ്ടാവാം. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കളിയിൽ സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്ന താരങ്ങളെ പുറത്തിരുത്തിക്കൊണ്ടാണല്ലോ കോച്ച് ടീമിനെ ഇറക്കിയിരുന്നത്. അതുകൊണ്ട് ഈ കളിക്ക് മാറ്റങ്ങളുണ്ടാവും. 3 സംശയങ്ങൾ സ്കലോനിക്കുണ്ട് എന്ന് നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് സ്കലോനി ആ സംശയങ്ങൾ ക്ലിയർ ചെയ്തിട്ടില്ല. മറിച്ച് 13 താരങ്ങളെ ട്രെയിനിങ്ങിന് പ്രധാനമായിട്ടും ഉപയോഗപ്പെടുത്തിയിട്ടെന്ന് പറയുമ്പോൾ ആ സംശയങ്ങൾ അതുപോലെ തന്നെ അവിടെ നിലനിർത്തിയിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുന്നത്. ഗോൾ കീപ്പറായിട്ട് എന്തായാലും എമി മാർട്ടിനസ് ആയിരിക്കും, അതിൽ മാറ്റമുണ്ടാവില്ല. മറിച്ച് ഇപ്പോൾ ഉള്ള പ്രധാന സംഭവം ആരായിരിക്കും സെൻറ്റർ ബാക്കിൻ്റെ റോളിൽ ലിച്ച മാർട്ടിനസിനൊപ്പം ഉണ്ടാവുക? അത് ക്യൂട്ടി റൊമേറോയാണോ അതല്ല നിക്കോളാസ് ഓട്ടമെൻഡി ആണോ? ക്യൂട്ടി റൊമേറോ പരിക്കിൽ നിന്ന് മുക്തനായിട്ട് വരികയാണ്. സോ അദ്ദേഹം ഓക്കെ ആണെങ്കിൽ അദ്ദേഹത്തിനെ കളിപ്പിച്ചേക്കും. ദെൻ ഓട്ടമെൻഡിയെ പുറത്തിരുത്തും. പിന്നെ നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ, ഫെക്കുണ്ടോ മെദീന, ഇതിൽ ആരെ ലെഫ്റ്റ് വിങ് ബാക്ക് പോസ്റ്റിൽ കളിപ്പിക്കുന്നുള്ളതാണ്. മെദീന നല്ല രൂപത്തിൽ അദ്ദേഹത്തെ കളിക്കാൻ ഇറങ്ങിയ സമയത്ത് കളിച്ചിട്ടുണ്ട്. പക്ഷേ ടാഗ്ലിയാഫിക്കോ ഫിറ്റ് ആണെങ്കിൽ അദ്ദേഹം തന്നെ കളിക്കും. മധ്യനിരയിൽ സംശയങ്ങളൊന്നുമില്ല. മുന്നേറ്റത്തിലാണ് ലിയോ മെസ്സിയുടെ പാർട്ണർ ആരായിരിക്കും എന്നൊരു സംശയമുള്ളത്. അത് ഹുലിയൻ അൽവാരസോ ലൗട്രോ മാർട്ടിനസോ എന്നുള്ള കാര്യത്തിൽ ഇനിയും കൺഫ്യൂഷൻസ് തീർന്നിട്ടില്ല സ്കലോനിക്കെന്നാണ് ഗാസ്നഡൂർ റിപ്പോർട്ട് ചെയ്യുന്നത്. ചുരുക്കത്തിൽ കഴിഞ്ഞ ദിവസത്തെ ട്രെയിനിങ്ങിൽ 13 പേരെ ആ വൈബ് ഉപയോഗിച്ച് അദ്ദേഹം സ്റ്റാർട്ടേഴ്സിൻ്റെ ആ ഒരു വൈബ് ഉപയോഗിച്ച് തന്നെയാണ് ഇറക്കിയിട്ടുള്ളത്. അതാരൊക്കെയാണെന്ന് നോക്കാം. ഗോൾ കീപ്പറായിട്ട് നമ്മൾ എമിലിയാനോ മാർട്ടിനസ് ആണ്, അത് കൺഫേംഡ് ആണ്. ബാക്കി മേഖലകളിലാണ് സംശയങ്ങളുള്ളത്. അപ്പോൾ ഈ 13 പേര് നാഹുൽ മൊളീന, ക്യൂട്ടി റൊമേറോ, നിക്കോളാസ് ഓട്ടാമെൻഡി, ലിച്ച മാർട്ടിനസ്, നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ, ഫെക്കുണ്ടോ മെദീന, റോദ്രിഗോ ഡിബോൾ, എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മെക്കലിസ്റ്റർ, തിയാഗോ അൽമെയ്ഡ, ലിയോ മെസ്സി, ഹുലിയൻ അൽവാരസ്, ലൗട്രോ മാർട്ടിനസ്. അപ്പോൾ ഇതിൽ നിന്നൊരു 11 പേര് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഗോൾ കീപ്പർ ആയിട്ട് എമി മാർട്ടിനസ് തന്നെ ഉണ്ടാവും. ഡിഫൻസിൽ ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന കാര്യമനുസരിച്ച് നാഹുൽ മൊളീനയും ക്യൂട്ടി റൊമേറോയും ലിച്ച മാർട്ടിനസും നിക്കോളാസ് ടാഗ്ലിയാഫിക്കും ഇറങ്ങാനാണ് സാധ്യത. ക്യൂട്ടി റൊമേറോയുടെ പരിക്ക് പൂർണ്ണമായിട്ടും ഭേദമാകുന്നില്ലെങ്കിൽ മാത്രം ഓട്ടോമാറ്റിക് സെൻറ്റർ ബാക്കിൻ്റെ റോളിലുണ്ടാകും. മധ്യനിരയിൽ റോദ്രിഗോ ഡിബോളും എൻസോ ഫെർണാണ്ടസും അലക്സിസ് മെക്കലിസ്റ്ററും ഒപ്പം തിയാഗോ അൽമെയ്ഡയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുന്നേറ്റത്തിൽ ലിയോ മെസ്സിക്കൊപ്പം ഹുലിയൻ അൽവാരസോ അല്ലെങ്കിൽ ലൗട്രോ മാർട്ടിനസോ. ചെറിയ ഒരു നോക്കുമായിട്ട് ആംഗിൾ ഇഞ്ചുറിയുമായിട്ട് വന്ന ഹുലിയന് ഇതുവരെ അദ്ദേഹത്തിൻ്റെ പൂർണ്ണ ഫോമിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. ലൗട്രോ ആണെങ്കിൽ കഴിഞ്ഞ കളിയിൽ പെനാൽറ്റിയിലൂടെ ആണെങ്കിലും തൻ്റെ ആദ്യ വേൾഡ് കപ്പ് ഗോൾ അടിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ മെസ്സിക്കൊപ്പം ലൗട്രോ ഇറങ്ങിയേക്കും എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ. ബാക്കി കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും അടുത്ത ദിവസങ്ങളിലെ ട്രെയിനിങ് സെഷനോടുകൂടി കോച്ച് ക്ലിയർ ചെയ്യും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.